ഹിന്ദുത്വവുമായി എത്ര അടുത്ത് നിൽക്കുന്ന സംഘടനയാണ് NSS എന്നതിന് ചരിത്രത്തിൽ ഒരുപാട് തെളിവുകളുണ്ട്. പ്രാക്കുളംകാരൻ പരമേശ്വരൻ പിള്ള സമ്മാനിച്ച കെട്ടിടത്തിലും ഭൂമിയിലുമാണ് NSSൻ്റെ രണ്ടാമത്തെ സ്കൂൾ 1917 ആരംഭിക്കുന്നത്. ആ മിഡിൽ സ്കൂൾ ഹൈസ്കൂളാക്കാൻ മന്നത്തിന് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. കാരണം എന്താണെന്നറിയാമോ? പ്രാക്കുളം പരമേശ്വരൻ പിള്ള കാഷായം ഉടുത്ത് വീടാന്തരം കയറി ഇറങ്ങി ഭിക്ഷയെടുത്തു. സന്യാസിയെ രാജാവിനേക്കാൾ ബഹുമാനത്തോടെ കണ്ട ഹിന്ദു സമാജം അന്ന് അവരവർക്കാവും വിധം സഹായിച്ചു. കെട്ടിടം പണി കഴിഞ്ഞ് ഹൈസ്കൂളാക്കുന്നതിനുള്ള അനുവാദവും കിട്ടി. ക്ലാസുകൾ തുടങ്ങിയതിനു ശേഷമേ പ്രാക്കുളം പരമേശ്വരൻ പിള്ള നീണ്ട താടി എടുത്തുള്ളൂ. പക്ഷേ കാഷായവും സന്യാസിയും ഇന്ന് NSSന് ചതുർത്ഥിയാണ്. NSS വേദികളിൽ നോക്കിയാൽ ഇന്ന് സന്യാസികളെ കാണാറില്ല. ഇടയ്ക്ക് ഇക്കാര്യം അന്വേഷിച്ചവരോട് NSS മതാതീതമായ സംഘടനയാണെന്നോ മറ്റോ ആയിരുന്നു നേതൃത്വത്തിൻ്റെ മറുപടി. ഓർക്കാനും ഓർമ്മിക്കാനും ചില ചരിത്രങ്ങളുണ്ട് NSSന്. അതിൻ്റെ നായകർ അത് ഓർക്കുന്നില്ലെങ്കിൽ നമ്മളെങ്കിലും ഓർമ്മിപ്പിക്കണമല്ലോ.